ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനത്ത് ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നതിനായി പിച്ച് തയ്യാറാക്കുവാൻ പോലും സമ്മതിക്കാത്ത കൗൺസിലർമാർ ഈ പ്രാവശ്യം നഗരസഭയുടെ നേതൃത്വത്തിൽ വലിയ സ്പോൺസർഷിപ്പിൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് നടത്തിയ 10 ദിവസത്തെ ഞാറ്റുവേല മഹോത്സവത്തോടുകൂടി ഗ്രൗണ്ട് നെൽകൃഷി ചെയ്യാനുള്ള പോലെയാക്കി. സംഭവത്തെ തുടർന്ന് ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കി സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക ലാഭത്തിനുവേണ്ടി ഭാവിയിൽ ഗ്രൗണ്ടിൽ വെച്ച് ഇത്തരം പരിപാടികൾ നിർത്തലാക്കുന്നതിനു വേണ്ടിയും കേരളത്തിലെ പ്രമുഖ സ്പോർട്സ് ഇവന്റ്സ് കമ്പനി NPC സ്പോർട്സ് കേരള ഹൈക്കോടതിയിൽ ഇരിങ്ങാലക്കുട കൗൺസിലർമാർക്കെതിരെ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു. നമ്മുടെ ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-20 വർഷമായിട്ട് എനിക്ക് ഈ ഗ്രൗണ്ടിൽ ബന്ധമുണ്ട്. ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ കൂട്ടത്തിലും ഈ പ്രായത്തിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനായിട്ടും കൂടെ വരാറുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം മുന്നേ നമ്മുടെ കൂട്ടുകാരും കൂടി ഞങ്ങൾ ഒരുക്കിയ നമ്മുടെ ഇരിഞ്ഞാലക്കുട മാസ്റ്റേഴ്സ് ടൂർണമെന്റിന് ഒരു പിച്ച് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള വണ്ടി ഒന്ന് കയറ്റുന്നതിന് പെർമിഷൻ മേടിച്ചതിനും ചോദിച്ചതിനും പിച്ച് റെഡിയാക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ പിച്ച് ഉണ്ടാക്കണമെങ്കിൽ അത് ഒരു അരടിക്കലും മണ്ണ് നിലക്കിയിട്ട് വേണം. അതുപോലെ സമ്മതിക്കാതെ കൗൺസിലർ ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാണല്ലോ, ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം കക്കൂസ മാലിന്യം തള്ളാനും വേസ്റ്റ് ഇടാനും കൂടിയെടുത്തും ഗ്രൗണ്ടിനെ കണ്ടം പരിമമാക്കിയിട്ട് കൊടുക്കുകയാണ്. കാരണം ഈ അയ്യങ്കാവ് മൈതാനത്തിൽ പ്രശസ്തമായ കണ്ടിന്യൂസ് ആയിരുന്ന ഗോപിയം ക്രിക്കറ്റ് ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ് ഈവനിങ് ആയി കഴിഞ്ഞാൽ കാരണമായ വയസ്സായ ആൾക്കാരെല്ലാവരും അവരുടെ എൻജോയ്മെന്റ്സിനും റെസ്റ്റ് എടുക്കാനൊക്കെ വന്നിരിക്കുന്ന ഈ ഗ്രൗണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെതിരെ ഞങ്ങൾ എന്തായാലും ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് ഞങ്ങൾ കോടതി സമർപ്പിക്കാനുള്ള ഇതിലാണ്. നിങ്ങൾ ഓരോരുത്തർക്കും കണ്ടാൽ മനസ്സിലാവും ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇപ്പോഴത്തെ.